അന്നത്തെ വാടക വീടായിരുന്നു, ഇന്നത്തെ വാടക വീടാണ്. ഇന്ന് വൈഷ്ണവിൻ്റെ അമ്മയ്ക്കൂടെ വയ്യാതായി. ഞങ്ങളുടെ അമ്മയ്ക്ക് അസുഖമുള്ളതാണ്. അപ്പോൾ ഞങ്ങളെ നോക്കാൻ ആരുമില്ല, ബന്ധുക്കളും അയൽവാസികളും ആരുമില്ല. അച്ഛൻ ഉപേക്ഷിച്ച് പോയതാണ്. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലാണ് പോകണം, വീണ്ടും തിങ്കളാഴ്ച പോകണം. എന്തോ അസുഖം എന്തോന്നും കണ്ടെത്തിയില്ലേ? മെഡിസിൻ കഴിക്കുന്നുണ്ട്, മെഡിസിൻ മുടക്കാൻ പറ്റത്തില്ല എന്നാണ് അവർ പറയുന്നത്. മെഡിസിൻ തരാൻ പറ്റത്തില്ല, കഴിക്കാൻ പറ്റത്തില്ല, മുടക്കാൻ പറ്റത്തില്ല. എന്തോ അസുഖം എന്ന് പറഞ്ഞില്ലയോ? ബ്ലോക്കിന്റെ ആരംഭമാണെന്ന് പറയുന്നത്. ബ്ലോക്ക്, സ്ട്രോക്ക് ആയിരുന്നു. ഒരു സൈഡ് മൊത്തം തളർന്നു പോയായിരുന്നു. സംസാരം പോലും ഇല്ലാതെ തിരുവനന്തപുരത്ത് അഡ്മിറ്റായി. എത്ര നാളായി സ്ട്രോക്ക് വന്നിട്ട്? വൈഷ്ണവ് 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കഴിഞ്ഞ വർഷവും വൈഷ്ണവ് നമ്മുടെ സാദ് ഖാനെ വിളിക്കുകയും ഞങ്ങൾ വൈഷ്ണവിൻ്റെ വീട്ടിൽ പോവുകയും ചെയ്തത്. അന്നത്തെ വീടല്ലേ ഇത്. അന്നത്തെ വാടക വീടായിരുന്നു, ഇന്നത്തെ വാടക വീടാണ്. ഇന്ന് വൈഷ്ണവിൻ്റെ അമ്മയ്ക്കൂടെ വയ്യാതായി. സ്ട്രോക്ക് വന്നിട്ട് ഒരു സൈഡ് മൊത്തം തളർന്ന് ജോലിക്ക് പോലും പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ വലിയ ബുദ്ധിമുട്ടിലാണ്. ഇന്നലെയാണ് വീണ്ടും സാദത്തിന് കടയിൽ ചെന്നതും സാദത്തുമായി ഞങ്ങൾ രാവിലെ ഇവിടെ വന്നതും. അവർക്ക് പഠനോപകരണങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ലെന്നറിഞ്ഞു. പക്ഷേ അതല്ല, അവരുടെ ആകെ ആശ്രയമായ ഒരു അമ്മയ്ക്ക് സ്ട്രോക്കാണ്, ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. അവർ അധ്വാനിച്ച് ഒരു കടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ അവർക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല. 4000 രൂപയോളം വരും ഈ വീടിൻ്റെ വാടക, കുട്ടികളുടെ പഠനം, ഭാരിച്ച ചിലവാണ്. ഭർത്താവ് ഉപേക്ഷിച്ച് പോയതാണ്. വേറെ അവർ കർണാടകയിൽ നിന്നും വന്നതാണ്. വീട്ടിൽ ബന്ധുക്കളും മറ്റ് സുഹൃത്തുക്കളും പിന്നെ അയൽവാസികളൊന്നുമില്ല. ഇവിടെ വന്നപ്പം വളരെ ബുദ്ധിമുട്ടോട് ജീവിക്കുക. കഴിയുന്ന എല്ലാവരും ഒരു സഹായിക്കണം. നല്ല മിടുക്കരായ 2 കുഞ്ഞുങ്ങളാണ്, പഠിക്കാൻ വളരെ മിടുക്കരാണ്. നമുക്കവരെ ചേർത്ത് നിർത്തി അവർക്ക് വേണ്ട നല്ല സഹായം ചെയ്തു കൊടുക്കുവാൻ നമ്മുടെ നാട്ടിലുള്ള എല്ലാ സുമനസ്സുകളും കൂടി സഹായിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് എത്ര നാളായി? വീട്ടിൽ നിന്നോ? നമ്മൾ പുന്നലയിൽ താമസം. പുന്നലേന്നോ? പുന്നലേന്ന് വന്ന് 10 നാൾ താമസിക്കുമായിരുന്നു ഹോസ്പിറ്റലിൻ്റെ അടുത്ത്. പിന്നെ അവിടെ വീട് ശരിയല്ല, കന്യാമൂലൊക്കെ കണ്ട ബാത്റൂം അവിടെ കിടപ്പിൽ കിടന്നു. അവിടെ വന്നപ്പോഴാണ് ഒരു ഇതായത്. പിന്നെ അവിടെ നിന്ന് ഇവിടെ മാറി. ചികിത്സയൊക്കെ മുറങ്ങി നടക്കുന്നുണ്ടോ? പോയി വ്യാഴാഴ്ച പോയി, ഇനി തിങ്കളാഴ്ച കൂടെ പോകണം. വേണ്ട, തണുപ്പുണ്ട്. മോനിപ്പോൾ എത്രയായി? 6ലായി. എങ്ങനെ പഠിക്കുമോ എന്തോ. ഇവരിവിടെ വന്നിട്ടില്ലേ? കേരളത്തിൽ വന്നിട്ടില്ലേ? രണ്ടുപേരും കേരളത്തിൽ വന്നിട്ടാ. വീട്ടിലെല്ലാം വിളിക്കുമോ? നാട്ടിൽ വിളിക്കുമോ? ആരും വിളിക്കത്തില്ല. ഒരു ഇതില്ല. അവരും വിളിക്കത്തില്ല. കുഴപ്പമില്ല, പഠിക്കുന്നൊക്കെ ഉണ്ട്. അവളെ ഇച്ചിരി ആശ്വാസം പഠിക്കുന്നതിന്. 4000 രൂപ. അവിടെ 3000 രൂപ ആയിരുന്നു. അവിടെ ഒരു കൊച്ചു റൂമും ഒരു ബെഡ്റൂമും ഒരു ചെറിയൊരു അടുക്കളയായിരുന്നു. പിന്നെ 4000 രൂപ വാടക. പേര് വൈഷ്ണവ്.